ബ്ലോക്കാണ് ഗൈസ്, പെട്ടു ഗൈസ്. പടപ്പ് തുടങ്ങുമല്ലോ 11:30. ലോക സീനാണ് ഗൈസ്. പാലക്കാട് വരെ എത്തിയിട്ട് പടം വണ്ടി ഒരുപാട് ലോഡ് സാധനം പുറത്തിറങ്ങാണ്ട്. ഫ്രണ്ടില് സെക്യൂരിറ്റി എന്താ ഫുള്ള് ബ്ലോക്ക്. അവിടെ എത്ര മിനിറ്റ് അവിടെ പോയി. നോക്കടോ എന്താ അവസ്ഥ. കേരള അപ്പൊ പടം കണ്ട് ഇറങ്ങി. നൈറ്റായിരുന്നു, 12, 3, ഒരു 2:30-3 മണി ആയി. അപ്പോൾ എല്ലാവരും നല്ല ഉറക്കക്ഷീണമായതുകൊണ്ട് എൻ്റെ ഒരു ഓണസ്റ്റ് റിവ്യൂ എന്ന് പറയുന്നത്, அந்த அளவுக்கு பண்ணி வச்சிருக்கല്ലോ കാട്ടി. ക്യാമറ വർക്ക് ആയിക്കോട്ടെ, എഡിറ്റർ ആയിക്കോട്ടെ, സ്ക്രിപ്റ്റ് റൈറ്റർ ആയിക്കോട്ടെ, കൊറിയോഗ്രാഫി ടീം ആയിക്കോട്ടെ, അതുപോലെ തന്നെ കോസ്റ്റ്യൂം ആയിക്കോട്ടെ, എല്ലാം ഒന്നുക്കൊന്ന് ബെറ്റർ. ഒന്നും നെഗറ്റീവ് പറയാനായിട്ട് എനിക്ക് തോന്നിയില്ല. എല്ലാം അടിപൊളി. അതേപോലെ ചാത്തന്മാർ ഒരുപാടുണ്ടായില്ല. പോയി കാണണം, തിയേറ്ററിൽ തന്നെ പോയി കാണണം കേട്ടോ. അതായത് ഇപ്പോൾ അതിൻ്റെ പ്രിൻ്റൊക്കെ ഇറങ്ങിയെന്ന് പറയുന്നുണ്ട്, പടത്തിന് ഡിഗ്രേഡ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പടം തിയേറ്ററിൽ തന്നെ മസ്റ്റായിട്ട് പോയിട്ട് കാണാൻ ശ്രമിക്കുക. 2Dയിലാണ്, 3Dയിലല്ല. അപ്പോൾ എന്താ പറയുക, വലിയതായി എക്സ്പെക്റ്റ് ചെയ്യുന്നു വേണ്ട. പടം കൊടുത്ത പൈസക്ക് ഉണ്ട്. അതിപ്പോൾ നമ്മളൊരു 150-200 ആ എമൗണ്ട് കൊടുത്ത് നമ്മളൊരു പടം കാണുമ്പോൾ ആ ഒരളവൊക്കെ മോശം എന്ന് പറയാനുള്ളൊരു രീതിയിൽ ചെയ്തു വെച്ചിട്ടില്ല അന്തളവക്ക്. പിന്നെ നെസ്ലിൻ ആയിക്കോട്ടെ, കല്യാണി ആയിക്കോട്ടെ, അജാതി പെർഫോമൻസ്. നെസ്ലിനേക്കാളും ഒന്നുകൂടി ബെറ്റർ എനിക്ക് തോന്നിയത് കല്യാണി പ്രിയദർശിനി. അന്തളവക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. അമ്മാരി ഫൈറ്റ്, ഒരു രക്ഷയില്ല. ഒന്നും നെഗറ്റീവ് പറയാനൊന്നുമില്ല. രോമൊക്കെ അങ്ങനെ നീച്ചിക്കും. അതുപോലെ ത്രില്ലറാണേലും പടം കണ്ടിരിക്കാൻ തോന്നും, നീച്ചു പോകാനോ വേറെ ഒന്നിനും തോന്നില്ല. പടം മലയാള സിനിമയിലൊരു മോളിവുഡ് സൂപ്പർ മൂവി. മിന്നൽ മുരളി, അതേപോലെ ആരം, അതുപോലെ ക്യാമറ അതേ ലെവലിക്കൊക്കെ ചെയ്ത് പറയപ്പെടുന്നൊരു പടം. പിന്നെ ആരൊക്കെ സ്പോയിലർ ചെയ്യാൻ പറയുന്നത് വേറെ ഏതോ ഇതിൽ നിന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, പോയി കാണുക പടം. എന്തായാലും அந்த அளவுக்கு ആക്ട് ചെയ്തിട്ടും ടീമാണല്ലോ, ക്യാമറ വർക്കാണല്ലോ, ഒന്നും ബെറ്ററാണ്. ഇപ്പോൾ അവരുടെ ആകെ കൺഫ്യൂസിങ്, ദുൽഖറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പം ദുൽഖർ പറയുന്നത്, ഇതിപ്പം ആൾക്കാരെ എക്സ്പെക്ട് ചെയ്യാണ്ട് പോയി കണ്ടിട്ട് മൗത്ത് പബ്ലിസിറ്റിയിൽ ഇത്രയും ആൾക്കാർ ഏറ്റെടുത്ത പടം. ഇനി ഇതിൽ നിന്ന് കുറയാൻ പാടില്ല ഇതിൻ്റെ ബാക്കി ചാപ്റ്ററുകൾ വരുന്ന സമയത്ത്. അതാണ് അവളുടെ ആകെയുള്ള കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യം. അപ്പം ആ ഒരു ലെവലിക്ക് ഒരുപാട് പടം ചെയ്ത എക്സ്പീരിയൻസിൽ ദുൽഖർ സൽമാൻ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ പോയി കാണണം. ജസ്റ്റ് എന്താ പറയുക, വെറുതെ നെഗറ്റീവ് അടിക്കുന്ന അത് കമൻ്റ് ഒന്നും കണ്ടിട്ട് പടം തിയേറ്ററിൽ പോയി കാണാൻ മിസ് ചെയ്യേണ്ട. എന്തായാലും തിയേറ്റർ വാച്ചാണ്. മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയിട്ട് കാണേണ്ട പടമാണ്. സൗണ്ട് ആയിക്കോട്ടെ, BGM ആയിക്കോട്ടെ, അങ്ങനെ എന്താ പറയുക, വേറെ ലെവല്. രോമം അങ്ങനെ നീച്ചിക്കും കാശ്. അതാണ് പടം. ഈ അടുത്ത് ഞാൻ കണ്ടതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. 10 out of 8.5 എന്ന് പറയാം എൻ്റെ റേറ്റിങ്ങിൽ. അന്തളവൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് പടം. പിന്നെ സാൻഡി ആ ലെവലിലേക്കുള്ള ആക്ടറാണ്. അപ്പോൾ ആളൊന്നുകൂടി ബെറ്റർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഏത് പടം ചെയ്താലും ആളുടേതായിട്ടുള്ളൊരു ഇതുണ്ട്. നെസ്ലിൻ ആണെങ്കിലും ഓൻ്റെതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ആ പടത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഓവറോൾ ആ പടം നന്നായിട്ടുണ്ട്. മിസ് ചെയ്യണ്ട. കാണാത്തവർ എന്തായാലും തീർച്ചയായിട്ടും പോയി കാണാം. ഇവിടെ നിന്ന് ടിക്കറ്റ് കിട്ടാനായിട്ട് പാലക്കാട് പോയിട്ടാണ് കണ്ടത്. അത്ര റിസ്ക് എടുത്തിരുന്നല്ലേ രാത്രി. പിന്നെ ഞാൻ കുറേ റിവ്യൂ ഒക്കെ കേട്ടു. ടൈമും ഉണ്ടായിരുന്നില്ല. കുറച്ച് എന്താ പറയുക,
ടിക്കറ്റ് ഇട്ട് എവിടുന്ന് കാണുക എന്നുള്ള എല്ലാവരും ഫ്രീ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും പോയി കണ്ട് 2 പ്രാവശ്യം കാണാനല്ല പടക്കുണ്ട്. 2 പ്രാവശ്യം കണ്ട ആൾക്കാരുണ്ട് കൂട്ടത്തിൽ. എല്ലാവരും ഒന്നുക്കൊന്ന് ബെറ്റർ, നെഗറ്റീവ് നോ കമൻറ്റ്സ്. ചില ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു സൂപ്പർ ഹോളിവുഡിൽ വന്നിട്ടുള്ള പടങ്ങൾ മോളിവുഡിൽ ആ ടൈപ്പിലേക്ക് വരിക എന്ന് പറയുന്നത് ഏത് ലെവൽക്ക് മലയാള സിനിമ മാറിക്കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പം കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു തിരുവോണം ആയതുകൊണ്ട്. അപ്പോൾ ചാത്തന്മാർ കുറേ ഉണ്ടായില്ല, ഇനിയും വരാണ്ട് 4 ചാപ്റ്റർ ആയിട്ട് 4-5 ചാപ്റ്റർ. അപ്പം ഈ ഒരാൾ കൊണ്ടുപോയി ലോക കൊണ്ടുപോയി, തിരുവോണം ഓണം ഒക്കെ ലോക കൊണ്ടുപോയി. ചന്ദ്ര കല്യാണി പ്രിയദർശിനി എടുത്ത് പറയേണ്ട ഒരു രക്ഷയില്ലാത്ത മൂവി. അപ്പോൾ എന്തായാലും എല്ലാവർക്കും എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും എന്നുള്ളത് 100% ഞാൻ ഉറപ്പുതരാം. എന്തായാലും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാൻ ശ്രമിക്കുക. മസ്റ്റ് വാച്ച് മൂവിയാണ്, മിസ് ചെയ്യണ്ട. അത് ആ അളവൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ലോക. ചന്ദ്ര 1 ചാപ്റ്റർ 1 അടിപൊളി പടം എൻ്റെ അഭിപ്രായത്തിൽ. പിന്നെ എനിക്കൊന്നുകൂടി കാണണമെന്നുണ്ട്, ഞാനിനി ഒന്നുകൂടി പോയി കാണും. ഇപ്പോൾ അതേ ത്രില്ല് എനിക്ക് കിട്ടുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എങ്കിലും 2 വട്ടം കണ്ട ആൾക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ട്. അവർ പറയുന്ന സെയിം ത്രില്ല് അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതെ, അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാം. ഓക്കെ, എന്തായാലും എനിക്ക് പടം ഇഷ്ടമായി. 10 ഔട്ട് ഓഫ് 8.5 എൻ്റെ ഒരു അപ്രോക്സിമേറ്റ്ലി നല്ലൊരു മൂവി തന്നെയായിരുന്നു. തിരുവോണം ലോകം കൊണ്ടുപോയി. എന്തായാലും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാൻ ശ്രമിക്കാം. ഓക്കെ, ബൈ ഗൈസ്, ഇത്രയേ ഉള്ളൂ. താങ്ക് യു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. സൈനിങ് ഓഫ്. താങ്ക് യു.